വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലവ് ആൻഡ് റെസ്പെക്റ്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലവ് ആൻഡ് റെസ്പെക്റ്റ്? അതായത് സ്നേഹവും ബഹുമാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്നേഹം വേറെ, ബഹുമാനം വേറെ. സ്നേഹവും ബഹുമാനവും രണ്ടും രണ്ടാണ്. ലവ് ആൻഡ് റെസ്പെക്റ്റ് ടു ആർ ഡിഫറൻറ്റ്. രണ്ടും രണ്ടാണ്. ബഹുമാനം എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ബിഹേവിയറിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പെരുമാറ്റ രീതിയുടെ ഭാഗമാണ്. റെസ്പെക്റ്റ് ഈസ് ദ പാർട്ട് ഓഫ് ബിഹേവിയറിൻ്റെ ഭാഗമാണ്. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നൽകിയാൽ ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കുന്നത് എന്താണ്? ബഹുമാനമാണ്. നമ്മൾ ഒരാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങ് ബഹുമാനം അയാളിൽ നിന്ന് തിരിച്ചു ലഭിക്കുമെന്നാണ്. അത് ബഹുമാനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ആരെ ഞാൻ ഈ പറഞ്ഞ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ആരെ നിങ്ങൾ ബഹുമാനിച്ചാലും അയാൾ നിങ്ങളെ തീർച്ചയായിട്ടും ബഹുമാനിക്കും, ഉറപ്പാണ് കേട്ടോ. നിങ്ങളൊരാളെ ബഹുമാനിച്ചു, അയാൾ നിങ്ങളെ അതുപോലെ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ. ഉറപ്പായിട്ടും ബഹുമാനം നൽകിയാൽ ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കുന്നതാണ്. ആർക്ക് ബഹുമാനം നൽകിയാലും ബഹുമാനം എന്ത് ചെയ്യും? ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കും. പക്ഷേ സ്നേഹം അങ്ങനെയല്ല കേട്ടോ. ബഹുമാനം എന്നാൽ ബിഹേവിയറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു, നമ്മൾ പെട്ടെന്ന് അയാളെ കണ്ട് എഴുന്നേൽക്കുന്നു, അതൊക്കെ അയാളോടുള്ള ബഹുമാനം കൊണ്ടാണ്. പക്ഷേ അത് സ്നേഹവുമായിട്ട് വ്യത്യാസമുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സ്നേഹം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടാകേണ്ടതാണ്? മനസ്സിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. സ്നേഹം നൽകിയാൽ ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഓർത്ത് വെച്ചോളം. സ്നേഹം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സ്നേഹം ഒരിക്കലും എന്തില്ല, ആ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുപോലെ തന്നെ സ്നേഹം മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകേണ്ടതാണ്. സ്നേഹം ദൈവദത്തമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവദത്തമാണ്. സ്നേഹം അങ്ങനെ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവണമെന്നുമില്ല. ഇപ്പം നമുക്കൊക്കെ എല്ലാവരോടും സ്നേഹമുണ്ട്. അയാളോട് കോമണായൊരു സ്നേഹമുണ്ട്. മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യജീവിയാണെന്നൊരു സ്നേഹമുണ്ട്. അല്ലാതെ സ്നേഹമുണ്ടോ? അല്ലാതെ ആരുടെ സ്നേഹം കാണും? അല്ലാതെ നമ്മുടെ സ്വന്തം റിലേറ്റീവായ അമ്മ, അച്ഛൻ, അങ്ങനെയുള്ളവരോടൊക്കെ സ്നേഹമാണ്. അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, വൈഫ്, ചൈൽഡ്, അങ്ങനെയൊക്കെ ഉള്ളവരോട് എന്തുള്ളൂ? സ്നേഹം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ബഹുമാനം വരാൻ എല്ലാവരോടും എന്ത് ചെയ്യും? നമുക്ക് ബഹുമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണ് കേട്ടോ. അപ്പോൾ ബഹുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യുക? നമ്മൾ ബഹുമാനിക്കാൻ നമ്മൾ ശീലിക്കുക. എല്ലാവരെയും ബഹുമാനിക്കുക കേട്ടോ. ഒരാളെ എന്നല്ല, എല്ലാവരെയും ബഹുമാനിക്കുക. ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നമുക്കൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെടാനില്ല കേട്ടോ. നമ്മൾ ഒരാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം ഒരുപാടങ്ങ് മേലെയാവുകയാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മളോട് പറയത്തില്ല കേട്ടോ. എങ്കിലും കോമണായ സ്നേഹം ഉണ്ടാകണം. ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യജീവിയാണ് എന്ന രീതിയിലുള്ള സ്നേഹം, ഒരു കാരുണ്യവും ഒക്കെ ഉണ്ടാകണം കേട്ടോ. അതാണ് സ്നേഹവും ബഹുമാനവും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരെയും ബഹുമാനിക്കുക, ഒരു ആളെയും വില കുറച്ച് കാണാതിരിക്കുക. ഞാൻ നിങ്ങളോട് തുറന്നു പറയുക, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്ന് കരുതി ഞാൻ എല്ലാവരോടും കയറി അമിതമായിട്ട് വർത്തമാനം പറയാറില്ല. അങ്ങോട്ട് കയറി ആരോടും വർത്തമാനം പറയാറുമില്ല. പക്ഷേ എന്നോട് ഒരാൾ എന്തെങ്കിലും വർത്തമാനം പറയാൻ ഞാൻ വളരെ ബഹുമാനത്തോടെ അയാൾക്ക് അതിനുള്ള മറുപടി കൊടുക്കും കേട്ടോ. അല്ലാതെ ഞാൻ ഒരാളോടും കയറി ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളാണെന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതി ഞാൻ എല്ലാവരോടും അങ്ങോട്ട് കയറി വർത്തമാനം പറയാറൊന്നുമില്ല. ഒരാൾ ആരെങ്കിലും എന്നോട് വന്ന് വർത്തമാനം പറയുകയാണെങ്കിൽ ഞാൻ നല്ല ബഹുമാനത്തോടു കൂടി മാത്രമേ അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുകയുള്ളൂ കേട്ടോ. എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സ്നേഹം വേറെയാണ്. സ്നേഹം അതല്ല. സ്നേഹം അങ്ങനെ ഉണ്ടാകുന്ന ഒന്നല്ല, മനസ്സിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് സ്നേഹം. സ്നേഹം അങ്ങനെ എല്ലാവരോടും ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷേ കോമണായ സ്നേഹമുണ്ട് കേട്ടോ. കോമണായ സ്നേഹമുണ്ട്, വലിയ മനുഷ്യരാണെന്നൊരു സ്നേഹമുണ്ട്. അല്ലാതെ സ്നേഹം ഉണ്ടാകേണ്ടത് ആരോടാ? സ്നേഹം ഉണ്ടാകുന്നു പറഞ്ഞാൽ അത് റിലേറ്റീവ്സിനോടൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. സ്നേഹവും ബഹുമാനവും പറഞ്ഞാൽ രണ്ടാണ്. അപ്പോൾ എല്ലാവരെയും ബഹുമാനിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടാവുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നമുക്കുണ്ടാവും കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെയും നമ്മളുടെ അത്ര വേണ്ടപ്പെട്ട ഒരാളല്ല എങ്കിൽ
നമ്മൾ എന്ത് ചെയ്യരുത്? എടാ പോടാ എടി പൊടി അങ്ങനെയൊന്നും ആരെയും സംബോധന ചെയ്യരുത് കേട്ടോ. കഴിവതും ഒരാളെയും എടാ പോടാ എടി പൊടി നീ അങ്ങനെയൊന്നും സംബോധന ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ലെ പിന്നെ നമ്മുടെ അത്ര ക്ലോസ് എത്ര കണ്ട് നമ്മളോട് ബന്ധമുള്ളവരായിരിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഞാൻ ഒരാളെ പോലും നിങ്ങളോട് തുറന്നു പറയാം, ഞാൻ ഒരാളെ പോലും എടാ പോടാ എടി പൊടി നീ അങ്ങനെയൊന്നും ഞാൻ സംബോധന ചെയ്യാറില്ല. ഞാൻ ആരെയും കേട്ടോ ഇയാളോടെ പോകും ചോദിക്കും കേട്ടോ. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആരോടാലും ഇയാളോടെ പോകും അങ്ങനെ ചോദിക്കാറുള്ളൂ. അല്ല ഒരാളെ നമ്മുടെ എടാ പോടാ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സംബോധന ചെയ്താൽ ചിലപ്പോൾ ആ വൻ വഴക്കിന് ചിലപ്പോൾ അത് കാരണമായേക്കാം കേട്ടോ. അതൊരു മര്യാദയുടെ ഭാഗമാണ് കേട്ടോ. അതൊരു മര്യാദയുടെ ഭാഗമാണ്. പിന്നെ ആരെയും നമുക്ക് പേരിട്ട് വിളിക്കാം, അത് തെറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരോടും ആ പ്രായഭേദമനുസരിച്ച് എന്ത് ചെയ്യുക? അവരെ പ്രായഭേദമനുസരിച്ച് ആളുകളെ സംബോധന ചെയ്യുക കേട്ടോ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ വീണ്ടും പറയുകയാണ്, എല്ലാവരെയും ബഹുമാനിക്കുക കേട്ടോ. ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെടാനില്ല. എല്ലാവരെയും ബഹുമാനിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ല പ്രവർത്തിക്കുക, നല്ല ചിന്തകൾക്ക് നമ്മളുടെ മനസ്സിൽ സ്ഥാനം നൽകുക. നല്ല ചിന്തകൾക്ക് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്.